എല്ലാവർക്കും നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ചാലക്കുടിയിലെ ഒരു സ്കൂളിൽ സ്കൂൾ വിദ്യാർത്ഥിയെ അവിടെ താൽക്കാലികമായിട്ട് കായിക അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഒരു കായിക അധ്യാപകൻ സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയമേൽ പോക്സോ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ് കായിക അധ്യാപകനെ. ഈ കായിക അധ്യാപകൻ്റെ പേര് സാബു കെ.എ, സൺ ഓഫ് ദേവസി, കണ്ണമ്പിള്ളി ഹൗസ്, പേരാമ്പ്ര എന്ന വിലാസത്തിലുള്ള കായിക അധ്യാപകനെയാണ് പോലീസ് പോക്സോ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഈ സ്കൂൾ വിദ്യാർത്ഥി കൃത്യമായി തന്നെ സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുകയും സ്കൂൾ അധികൃതരാണ് പോലീസിൽ വിളിച്ച് ഇത് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. തുടർന്ന് വിദ്യാർത്ഥി കാര്യങ്ങൾ പോലീസിനെ അവതരിപ്പിച്ചു. അതിനുശേഷം പോലീസ് വളരെ ഊർജിതമായി തന്നെ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂൾ അധികൃതർ അപ്പോൾ തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഈ കായിക അധ്യാപകനെ, താൽക്കാലികമായിട്ടായിരുന്നു സ്കൂളിൽ കായിക അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നത്, ഈ കായിക അധ്യാപകനെ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടു. പിന്നീട് ഇദ്ദേഹം രക്ഷപ്പെടാതിരിക്കാൻ പോലീസ് കൃത്യമായി തന്നെ ഊർജിതമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഈ കായിക അധ്യാപകനെ ഇന്ന് പിടികൂടിയിരിക്കുകയാണ്. ഈ കായിക അധ്യാപകൻ്റെ പേര് സാബു കെ.എ, കണ്ണമ്പിള്ളി വീട്, പേരാമ്പ്ര ദേശം, സൺ ഓഫ് ദേവസി, കണ്ണമ്പിള്ളി വീട് എന്ന വിലാസത്തിലുള്ള കായിക അധ്യാപകനെയാണ്, താൽക്കാലികമായി സ്കൂളിൽ ജോലി ചെയ്തിരുന്നൊരു കായിക അധ്യാപകനെയാണ് പോക്സോ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥി ഈ വിഷയം കൃത്യമായി തന്നെ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിരുദ്ധന്മാരായിട്ടുള്ള കായിക അധ്യാപകരെ പിടികൂടാനായിട്ട്, വിരുദ്ധന്മാരായിട്ടുള്ള കായിക അധ്യാപകരെ, വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത് കളയുന്ന രീതിയിൽ ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും അവരെ തളർത്തി കളയുന്ന രീതിയിൽ ഉള്ള മുട്ടാളത്തരം കാണിക്കുന്ന കായിക അധ്യാപകരെ പിടികൂടാൻ സഹായിച്ചിട്ടുള്ളത്. കായിക മേഖലയിൽ വിദ്യാർത്ഥികൾ വലിയ ചൂഷണത്തിന് ഇരയാകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. ഈ അടുത്ത സമയങ്ങളിൽ തന്നെ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ കായിക താരം അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടത്. മാതാപിതാക്കൾക്ക് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ശിശു വികസന സമിതിയുടെ മുൻപിലും കൗൺസിലിംഗ് സമയങ്ങളും വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയണം. കായിക മേളകളും കലോത്സവങ്ങളും കുട്ടികൾക്ക് വളരാനായിട്ടുള്ള ഇടങ്ങളാണ്. ഇത്തരത്തിലുള്ള മുട്ടാളന്മാരായിട്ടുള്ള കായിക അധ്യാപകരുടെ വളരെ ശക്തമായ സമ്മർദ്ദങ്ങൾക്കും, അതുമാത്രമല്ല ഇവർ ഈ കുട്ടികളെ ടീമിൽ നിന്ന് പുറത്താക്കുകയും ടീമിലേക്ക് വരാതിരിക്കാനും കായിക മേഖലയിൽ ഇവരുടെ ഭാവി തന്നെ അടച്ചു കളയുന്ന രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകളും ഒക്കെ നടക്കുമ്പോഴാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇതിന് ഇരയാക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള കായിക അധ്യാപകർക്ക് തീർച്ചയായിട്ടും അർഹതപ്പെട്ട ശിക്ഷ തന്നെ നൽകണം. വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത് കളയുന്ന ഇത്തരത്തിലുള്ള വിരുദ്ധന്മാരെ, ഈ സാബു കെ.എ, കണ്ണമ്പിള്ളി ഹൗസ്, സൺ ഓഫ് ദേവസി എന്ന അഡ്രസ്സിൽപ്പെട്ട കായിക അധ്യാപകനെയാണ് ഇന്ന് പോക്സോ കേസിൽ പ്രതിയാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചാലക്കുടി പോലീസ്. എന്തായിരുന്നാലും ഈ പരാതിപ്പെട്ട വിദ്യാർത്ഥിക്കും കൃത്യമായ നടപടികൾ സ്വീകരിച്ച സ്കൂൾ അധികൃതർക്കും പ്രത്യേക അഭിനന്ദനം നൽകുകയാണ്. കാരണം ഇത് പല വിദ്യാർത്ഥികളും പുറത്തു പറയാതിരിക്കുന്ന ഒരു അവസരമുണ്ട്. ഇങ്ങനെ പുറത്തു പറയാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മുട്ടാളന്മാരായിട്ടുള്ള കായിക അധ്യാപകർ വളർന്ന് പന്തലിക്കുകയും അവർ പിന്നീട് പല വിദ്യാർത്ഥികളുടെയും ഭാവി തന്നെ അടച്ചു കളയുന്ന, അതായത് ഇത്തരത്തിൽ ചെറുപ്പ കാലഘട്ടത്തിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഭാവി തന്നെ അടച്ചു മാത്രമല്ല ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കപ്പെടേണ്ടി വരുന്ന മാനസിക തലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മാറ്റപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ സ്കൂൾ അധികൃതരും മാതാപിതാക്കളും കുട്ടികളോട് വളരെ സ്നേഹത്തോടു കൂടി ഇടപെടുകയും വിദ്യാർത്ഥികൾ വരുമ്പോൾ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ വിദ്യാർത്ഥികളോട് സ്കൂൾ വിട്ട് വരുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റു ചെയ്യുമ്പോഴാണ് അവർക്ക് ഇതൊക്കെ തുറന്നു പറയാനായിട്ടുള്ള അവസരം കിട്ടുള്ളൂ. ടീച്ചേഴ്സിനോടോ കൗൺസിലേഴ്സിനോടോ ഇത്തരത്തിൽ സ്കൂളുകളിൽ നടക്കുന്ന വിഷയങ്ങൾ തുറന്നു പറഞ്ഞ് ഈ മുട്ടാളന്മാരായിട്ടുള്ള ഇത്തരം അധ്യാപകരെ തക്കതായ രീതിയിൽ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനായിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ് ചെയ്യേണ്ടത്. അർഹമായ ശിക്ഷ ഇവർക്ക് ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു വിദ്യാലയത്തിലും ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാതിരിക്കട്ടെ. അതിന് വേണ്ട സംവിധാനങ്ങൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും അതുമാത്രമല്ല നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നെല്ലാം ഉണ്ടായി. വിദ്യാർത്ഥികൾ സംരക്ഷിക്കപ്പെടേണ്ടതും കായികോത്സവങ്ങളും കലോത്സവങ്ങളും എല്ലാം അവരുടെ സർഗ്ഗവാസനകളെ വളർത്താൻ വേണ്ടിയുള്ളതാണ്. അത്തരം മേഖലകളിൽ അവരെ തളർത്തി അവരെ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാക്കി അവരുടെ ഭാവി നശിപ്പിച്ച് കളയുന്നവർ ആരായിരുന്നാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷയ്ക്ക് അവരെ വിധേയരാക്കുന്നതിന് വേണ്ടി ഇടപെടലുകൾ നിയമപീഠത്തിന്റെ മുന്നിൽ നിന്നുണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.